ആ സമയം മഴ പെയ്തു കേട്ടോ. നമ്മൾ കുളിക്കാനൊക്കെ പോയ സമയം ഇവിടെയൊക്കെ വെള്ളമായിട്ട് കിടക്കുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ മഴ ഉണ്ടാവുമെന്ന്. ഇവിടെ അടുത്തൊരു ഹോട്ടലുണ്ട്, ഒരു നോൺ വെജ് കിട്ടുന്ന മലയാളികളുടെയാണ്. അവിടെ നമുക്ക് കയറാം. ന്യൂ ഗ്രാൻഡ് അങ്ങനെ എന്താണ് അതിൻ്റെ പേര്. മഴ പെയ്തുകൊണ്ടാണ് ബ്ലോക്ക് കൂടുതൽ. മഴ പെയ്ത് ആകെ ചളി വെളിയാണ്. ബാംഗ്ലൂർ ആയാലും ഹൈദരാബാദ് ആയാലും കച്ചറ സ്ഥലമാണ് മഴ പെയ്ത് കഴിഞ്ഞാൽ. നമ്മുടെ നാട് അത്ര മോശമൊന്നുമല്ല. 2 മഴ പെയ്തപ്പോൾ എറണാകുളത്തൊക്കെ വെള്ളം മുങ്ങിയതാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ഹോട്ടൽ, ന്യൂ ഗ്രാൻഡ് വെജ് ആൻഡ് നോൺ വെജ് റെസ്റ്റോറൻറ്റ്. ചിക്കൻ ബിരിയാണി എത്തി. നാഗസന്ദ്രയ്ക്കാണ് ടിക്കറ്റ് എടുത്തേക്കണേ. മെട്രോ കയറി നാഗസന്ദ്രയ്ക്ക് പോകാം. നിലവിലൊരു ട്രെയിൻ വന്നു, അതിൽ നമുക്ക് കയറാൻ പറ്റില്ല. ഏത് വഴിയാണോ പോകേണ്ടത് ഒരു ഐഡിയ ഇല്ലല്ലോ. ಬಾಗಿಲುಗಳು ಎಡಕ್ಕೆ ತೆರೆಯಲಿದೆ. ರೈಲು ಇಳಿಯುವ ಮುನ್ನ ಪ್ಲಾಟ್ಫಾರ್ಮ್ಗೆ ಇರುವ ಅಂತರದ ಬಗ್ಗೆ ಗಮನವಿರಲಿ. Train will arrive in Jalahalli and doors will open on the left. നമ്മൾ നാഗസന്ദ്രയിൽ വന്നിറങ്ങി. നാഗസന്ദ്രയിൽ പ്രധാനം പറഞ്ഞാൽ ഐക്യാണ്. ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങാം. എത്ര നേരം നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഐക്യം എന്ന് പറഞ്ഞാൽ ചുറ്റിക്കാണെങ്കിൽ ഒരു ദിവസം വേണം. സെൽഫിക്കൊക്കെ നിൽക്കുന്ന സ്ഥലം. ഐക്യയുടെ അകത്തേക്ക് കിടന്നു. $39,990 ഒരു കിച്ചൺ. അത്ര ഉള്ളോ? അല്ല, ഈ വർക്ക് ബെഞ്ചിനാണ്. 13,990. 149. 299. ഇതിന് 299. ഇത് 50 രൂപയ്ക്ക് നമ്മൾ കടയിൽ വെച്ചിരുന്ന 149. ഇതിന് 399. ഇത് 99 രൂപ ഉള്ളൂ. ഇത് നമുക്ക് 20 രൂപയ്ക്ക് കിട്ടുന്നതൊക്കെ നമ്മുടെ ബ്രോഡ്വേയിൽ കിട്ടും. ഈ കിച്ചൺ സെറ്റിന് 3,73,869. A complete bedroom for under 50,000.
സമയം കാണുന്നില്ല. അവിടെ IKEA എന്നുള്ളൊരു ബോർഡ് കണ്ടില്ലേ? കയറി കഴിഞ്ഞ് ഇറങ്ങാൻ ബുദ്ധിമുട്ടാണ്. ഒരു വിധത്തിൽ ഷോർട്ട് കട്ട് കയറി ഇറങ്ങി. നമുക്ക് മെട്രോയിൽ കയറി തിരിച്ചു പോകാം. മെട്രോ സ്റ്റേഷനിലേക്ക് IKEA നേരെ ഒരു ബ്രിഡ്ജുണ്ട്. നമ്മുടെ ലുലുവിൽ ഉള്ള പോലെ ലുലുവിൽ നിന്ന് നേരെ മെട്രോ സ്റ്റേഷനിലേക്ക് ബ്രിഡ്ജ് ഉണ്ടല്ലോ. ഇവിടെ കുറച്ചും കൂടി വീതിയുള്ള ഒരു ബ്രിഡ്ജാണ്. നമ്മളിപ്പോൾ രാജാജി നഗറിൽ എത്തിയിരിക്കുന്നത്. ഇവിടെ അടുത്താണ് ഇസ്കോൺ ടെമ്പിൾ. 2 കിലോമീറ്ററോളം ഉണ്ട്. പിന്നെ രാമേശ്വരം കഫേ ഉണ്ട് ഫേമസ് ആയിട്ട്. ഒരു കൊമേഴ്ഷ്യൽ ഏരിയയാണ്, അത്യാവശ്യം റെസിഡൻഷ്യൽ ഏരിയയും കൂടിയാണ്. വട റോഡ് സൈഡിൽ നിന്ന് ബ്രാഹ്മിൻസ് തട്ട് ഇഡ്ഡലി. വട കുഴപ്പമില്ലായിരുന്നു, പക്ഷേ ഈ ചായ വൻ ചോക. ട്രെയിനിൽ ഇതിനേക്കാൾ നല്ല ചായ കിട്ടും. ബ്രാഹ്മിൻസ് തട്ട് ഇഡ്ഡലി, എന്തൊരു ശോകമാണോ! ഇത്ര മോശം ചായ ഞാൻ കുടിച്ചിട്ടില്ലേ അടുത്തൊന്നും. അവിടെ കുറച്ചും കൂടി പാലൊക്കെ, ശരിക്കും പാല് ഒത്തിരി വെള്ളവും ഇട്ട് പാല് പേരിനേ ഉള്ളൂ. ഡോക്ടർ അഗർവാൾ സായി ഹോസ്പിറ്റലിൽ നേരെ ഓപ്പോസിറ്റ്. ചെന്നൈയിൽ പോയിട്ടുണ്ടല്ലോ അവിടെ. അത് പറഞ്ഞ ഇസ്കോൺ ഉണ്ട് ഇവിടെ, ഓറിയോൺ മാളുണ്ട്. പിന്നെന്താ ഉള്ളത്? ഇസ്കോണിലൊക്കെ പണ്ടൊരിക്കൽ പോയിട്ടുണ്ട്. അതിനകത്തൊന്നും ക്യാമറ കയറ്റില്ല, അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുക്കലൊന്നും നടക്കില്ല. ജൂമർ ലൈറ്റിൻ്റെ ഷോപ്പാണല്ലോ. അവിടെ നിന്ന് അങ്ങോട്ട് ഇറക്കമാണോ? അതാ അപ്പുറം ഭീമ ഗോൾഡ് ഡയമണ്ട് സിൽവർ പ്ലാറ്റിനം. പല പല കളറടിച്ച് പോപ്പിൻസിൻ്റെ ഒക്കെ കളറ് പോലെ. ഒരു ക്ഷേത്രത്തേക്കുള്ള കവാടമായിരിക്കും അല്ലേ? അങ്ങോട്ടൊരു ഫ്ലൈ ഓവർ പോകുന്നുണ്ട്. അല്ല, ഫ്ലൈ ഓവർ അല്ല, മെട്രോ അല്ലേ? മെട്രോയുടെ ലൈൻ പോകുന്നു. അവിടം വരെയൊക്കെ നടക്കണം. വെറുതെ വിഷമിക്കുക എന്നല്ലാതെ. മെട്രോ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ് ഭീമ ജ്വല്ലറി. പക്ഷെ അതിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ പോയി ഈ മെട്രോ സ്റ്റേഷൻ വന്നുകൊണ്ട്. അല്ല, ശരിക്കും അടഞ്ഞു കിടക്കുന്നു. രാജാജി നഗർ മഹാലക്ഷ്മിപുരം. ഇവിടെ സ്ട്രീറ്റ് ഷോപ്പിങ്ങിന് പറ്റിയ സ്ഥലമാണ് കേട്ടോ. അപ്പുറത്ത് ബാറ്റുണ്ട്, ബാറ്റ. എല്ലാ ഫുട്പാത്തുകളും അടച്ചാണ്. ചിലർ വണ്ടി പാർക്ക് ചെയ്യുക, ചിലർ എന്തെങ്കിലും എന്താ പറയുക സംരംഭങ്ങൾ തുടങ്ങുന്നത്. ഫുട്പാത്തുകൾ അടച്ചാണ്.
മാർഗദർശി 6 പ്രൈവറ്റ് ലിമിറ്റഡ്. ഓപ്പോസിറ്റ് റിലയൻസ് സ്മാർട്ട് പോയിൻ്റാണ്. അവിടെ റിലയൻസ് സ്മാർട്ട് പോയിൻ്റ് ബസവേശ്വര നഗർ, രാജാജി നഗറൊക്കെ തീർന്നോ? ഇപ്പോൾ വേറെ സ്ഥലമാണല്ലോ കാണിക്കണം. സമയം നടന്ന് നമ്മൾ എവിടേക്കോ എത്തി. ഫർണഫയർ ഹോം സ്റ്റോർ. അവിടെയാണല്ലേ ട്രെൻഡ്സ്. വണ്ടിയെല്ലാം ചെളി തെറിപ്പിക്കും. അങ്ങോട്ട് മഞ്ജുനാഥ് നഗർ, ബസവേശ്വര നഗർ, രാജാജി നഗർ. നമ്മൾ തിരിച്ച് വന്ന സ്ഥലത്തിലേക്ക് തന്നെ പോകണം. തലപ്പാക്കട്ടി ബിരിയാണി. അവിടെ ഒരു ടെമ്പിൾ ഉണ്ട്.
സരികെ, ബംഗളൂരു സരികെ. ഈ വണ്ടി ഇത് എങ്ങോട്ട് പോകാൻ കിടക്കുന്നത്? വണ്ടി തിരിച്ചൊക്കെയല്ല വണ്ടികൾ കയറി പോകുന്നത്. ക്യാമ്പസ് ടൂർസ്, ക്യാമ്പസ് നല്ല കമ്പനിയാണല്ലേ. നമുക്ക് പറ്റിയ നല്ല ഷൂസ് ഉണ്ടോ എന്ന് നോക്കിയാലോ. ക്യാമ്പസിൻ്റെ ഷോറൂമാണ്. സന്തോഷ് ബാർ ആൻഡ് റെസ്റ്റോറൻറ്റ്. വീണ്ടും നമ്മൾ സ്റ്റാർ സർക്കിളിലെത്തി. ഇവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് നമുക്ക് രാജാജി നഗറിൽ പോകാം. ഇവിടൊക്കെ പാൻ ചവച്ച് തുപ്പിക്കുക. ഏതെങ്കിലും ഒരു പോസ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോളോ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചുറ്റും പാൻ പാലിട്ട് ചവച്ച് തുപ്പിയൊക്കെയായിരിക്കും. വീണ്ടും വീണ്ടും പറയുന്നു ഇതൊന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് നിരോധിക്കണം. കേരളത്തിലില്ല, പക്ഷേ അന്യസംസ്ഥാന തൊഴിലാളികൾ അവർ ബ്ലാക്കിൽ സാധനം കൊണ്ടുവരുന്നുണ്ട്. അവർക്കതൊന്നും ഇല്ലാതെ പറ്റില്ല. പണി ചെയ്യുന്ന പോലെ അതിട്ടുകൊണ്ടാണ്, അതും വെച്ചുകൊണ്ടാണ്. ഇത്രയും പേർക്ക് ഓറൽ ക്യാൻസറൊക്കെ വരുന്ന സാധനമാണ്. എന്നിട്ടും അത് നിരോധിക്കാൻ ഒരു നടപടിയില്ല. ഏതോ പാനിൻ്റെ പരിചയത്തിൽ അജയ് ദേവ്ഗൻ, ഷാറുഖ് ഖാൻ, അക്ഷയ് കുമാർ, ഈ ഇത്രയും വലിയ സ്റ്റാറുകളൊക്കെ വെച്ച് എടുക്കണമെങ്കിൽ അവർക്കുള്ള വരുമാനം എന്തായിരിക്കും? എത്ര പേർക്ക് വായിൽ ക്യാൻസർ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അവർ. നമ്മളങ്ങനെ നടന്ന് വീണ്ടും രാജാജി നഗർ മെട്രോ സ്റ്റേഷനെടുത്തി. സി രാജഗോപാലാചാര്യയുടെ പേര് വെച്ചിട്ടാണ് കേട്ടോ രാജാജി നഗർ എന്നുള്ള പേരിട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത സ്ഥലത്തിലേക്ക് പോകാം. ഇവിടെ ഒരു കർവാണ്, കാവേരി ഓർത്തോപീഡിക് സെൻറ്റർ. പെയിൻ്റൊക്കെ അടിച്ച് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ. ഇത് സ്റ്റാർ സർക്കിള്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റോഡുണ്ട്. ഇവിടെയൊക്കെ എന്തിനൊക്കെയോ വന്നിട്ടുള്ള പോലെ തോന്നുന്നു. ഞാൻ ഒറ്റയ്ക്ക് വന്നതാണോ ആരെങ്കിലും കൂടെയാണോ എന്നൊന്നും ഓർമ്മയില്ല. അവിടെ ആരുടെ സ്റ്റാച്ചു ഉണ്ടായിരുന്നു, പക്ഷെ അത് മൂടി വെച്ചേക്കുക. തിരിച്ച് കമ്പഗൗഡ നാഥപ്രഭു കമ്പഗൗഡ മെട്രോ സ്റ്റേഷനിൽ വന്നിറങ്ങി, മൈസ്റ്റിക്കിൽ വന്നിറങ്ങി. റൂമിൽ പോയി 5 മിനിറ്റ് വിശ്രമിച്ചിട്ട് നമുക്ക് അടുത്ത സ്ഥലത്തിലേക്ക് പോവാം.
അവിടെ വേറൊരു ഹോട്ടലുണ്ട് കേട്ടോ, ഉടുപ്പി ആദിത്യ എന്നും പറഞ്ഞ്. അവിടെ ഞാൻ കയറിയതാണ് ഒരു പ്രാവശ്യം, പക്ഷേ അത്ര ഇഷ്ടപ്പെട്ടില്ല. മുൻപ് വന്നപ്പോൾ കുറച്ച് അവിടെ മാറിയൊരു ഹോട്ടലിൽ താമസമായിരുന്നു. ഹോട്ടലിൻ്റെ പേര് ഞാൻ മറന്നുപോയി. കാരണം അന്ന് ഈ ദിവസം ഇവിടെ ക്രോസ് ചെയ്യാനൊരു പെടാപ്പാട് തന്നെ കേട്ടോ. വളഞ്ഞും പുളഞ്ഞൊക്കെ വണ്ടികൾ കയറി തന്നെ. അവൻ ആ കാറിൻ്റെ മുമ്പിൽ പോയി ചാടി. അവന് ജീവിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവുന്നത്. വണ്ടിയൊക്കെ ചേർന്ന പോണവൻ്റെ. അങ്ങനെ നമ്മൾ ക്രോസ് ചെയ്തു. ഒരു സ്കൂട്ടറുകാരൻ ചീറിപ്പാഞ്ഞ് വരുന്നുണ്ട്. ഫോർച്യൂണറുകാരൻ ഫോണടിച്ച് പേടിപ്പിക്കുന്നു. എന്തോന്നറിയത്? ഡിന്നർ കഴിക്കാൻ അവിടെ ഒരു ഓർഡർ ഉണ്ടായിരുന്നു. അത് മലയാളികളുടെയാണ്. അവിടെ പോയി നോക്കാം. ബ്രേക്ക്ഫാസ്റ്റ് പതിവ് പോലെ ഗീ റോസ്റ്റ്, ഒരു കോഫി. ഗീ റോസ്റ്റ് കോഫിയും കൂടി 105 രൂപ. സംഗോളി റായന്ന സർക്കിളാണത്. വലിയൊരു സർക്കിളാട്ടോ. റോഡ് അത്യാവശ്യം ബിസി സ്ട്രീറ്റായി. ഇപ്പോൾ 7 മണി ആയിട്ടില്ല, 6:50 ആയിട്ടുള്ളൂ. ബസ്സുകളൊക്കെ പോകുന്നു, ആൾക്കാർ ജോലിക്ക് പോകുന്നു. നമുക്കിനി തിരിച്ചു പോകാം, എന്നിട്ട് ഫുഡ് വല്ലതും കഴിക്കാം. നമ്മുടെ ഹോട്ടലിൽ നിന്ന് നമ്മൾ ചെക്കൗട്ട് ചെയ്തു. നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് നടക്കാം. റൈറ്റ് സൈഡ് ചേർന്ന് നടക്കാം. കാണല അവിടെ റൈറ്റ് സൈഡിലാണ്. നമ്മളങ്ങനെ നടന്നിപ്പോൾ ബസ് സ്റ്റാൻഡിൻ്റെ, അതായത് മൈസൂർ ബസ് സ്റ്റാൻഡിൻ്റെ ഫ്രണ്ടിൽ കൂടെ നടക്കുന്നത്. പുറത്തുകൂടി ചെന്ന് കഴിഞ്ഞാൽ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞാൽ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ, ബാംഗ്ലൂർ സിറ്റി റെയിൽവേ സ്റ്റേഷൻ. KSR ബാംഗ്ലൂർ എന്നാണ് പറയുന്നത്. വൃത്തിഹീനമാണ്. ഓരോരുത്തരിവിടെ വെള്ളമടിച്ച് മൈക്രോവേവ് എടുത്ത് കിടക്കണുണ്ടോ? ഇവിടുത്തെ വൃത്തിഹീനം തന്നെയാണ്. KSR ബാംഗ്ലൂരു സ്റ്റേഷൻ. ഇതാണ് KSR ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ അൺറിസർവ് ടിക്കറ്റ്സ് കിട്ടും. ഇത് ഗേറ്റ് നമ്പർ 1 ആണ്. 2, 3, 4 അങ്ങനെ പോകണം. ക്രാന്തിവീര സംഗോളി റായന്ന ബസ് സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷൻ.
സൗത്ത് വെസ്റ്റേൺ റെയിൽവേ. ഗേറ്റ് നമ്പർ 1 അകത്തേക്ക് കയറുമ്പോൾ ക്ലോക്ക് റൂമുണ്ട്. ക്ലോക്ക് റൂമിൻ്റെ ഓപ്പോസിറ്റായിട്ട് റൈറ്റ് സൈഡിൽ കൂടെ വരുമ്പോൾ റിട്ടയറിംഗ് റൂം അവൈലബിൾ അറ്റ് ഫസ്റ്റ് ഫ്ലോർ ഓഫ് മെയിൻ സ്റ്റേഷൻ ബിൽഡിംഗ്. നിങ്ങൾ ചോദിച്ചു നോക്കാം റിട്ടയറിംഗ് റൂം ഉണ്ടോയെന്ന്. ഡോർമിറ്ററി ഫോർ ജെൻസ് ആൻഡ് ലേഡീസ്. ഫസ്റ്റ് ഫ്ലോറിൽ കയറണം. ഉണ്ടോയെന്ന് ചോദിച്ചു നോക്കാം ആദ്യം. KMA ഗ്രാൻഡാണിത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഒരു പ്രൈവറ്റ് പാർട്ടിയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇവിടെ തന്നെയാണ് ഡോർമിറ്ററി ഫോർ ജെൻസ് ആൻഡ് ലേഡീസ്. അവിടെ പ്രീപെയ്ഡ് ആയിട്ടുള്ള റിലാക്സേഷൻ ലോഞ്ചും ഉണ്ട്. AC and non-AC. ഫസ്റ്റ് ഫ്ലോറിൽ കൂടെ നടക്കുമ്പോൾ ഉള്ള കാഴ്ച വാൾ പെയിൻറ്റിംഗ് ഒക്കെ എല്ലായിടത്തും ഉണ്ട് കേട്ടോ. മെട്രോ സ്റ്റേഷനിലും ഉണ്ട്, റെയിൽവേ സ്റ്റേഷനിലും ഉണ്ട്. മ്യൂറൽ പെയിൻറ്റിങ്. KMA Grand Retiring Rooms and Dormitory. Booking done here. നമ്മൾ 12 hours വേണ്ടി എടുത്തു. ബുക്കിംഗ് സെൻറ്റർ ഇവിടെയാണ്. റിസപ്ഷൻ. അഡ്വാൻസ് 450 കൊടുത്തു. റൂം 300 plus GST ആണ്. നമ്മൾ പോകാൻ നേരം 140 നമുക്ക് തിരിച്ചു വരും. KMA Grand ആദ്യം കണ്ടില്ലേ നമ്മൾ. റൂം നമ്പർ എഴുതിയിട്ടുണ്ടോ? AC ഡോർമെട്രി മെൻ. നിഗൂഢമായ വരാന്തയിലൂടെ നമ്മൾ ഡോർമെട്രി തേടി നടക്കുന്നു. സബ്സിഡി ലാസ്റ്റ് മെയിൻ എന്ന് പറഞ്ഞാൽ അതായിരിക്കുമോ? അവിടെ കണ്ടതൊക്കെ non-AC ആയിരുന്നു. ഇതാണ് AC. ബെഡ്സ് 1 to 8 അല്ല 1 to 9. ഇതാണ് ബെഡ് സ്പേസ്. ചെറിയൊരു ക്യാബിൻ എന്ന് പറയാൻ പറ്റില്ല, കാരണം കർട്ടൻ വെച്ച് മാത്രമേ തിരിച്ചിട്ടുള്ളൂ. പാർട്ടീഷനൊന്നുമില്ല. ഒരു ലൈറ്റ്, ഒരു പ്ലഗ്, ഹാങ്ങർ ഉണ്ട്, പിന്നെ ഒരു സേഫ് ഉണ്ട്. നമുക്കതിന് വേണ്ടി കീ തന്നിട്ടുണ്ട്. ഹൽദിറാംസ് റെസ്റ്റോറൻറ്റ്. നമുക്ക് അവിടെ ഫുഡ് കഴിക്കാൻ കയറാം. നമുക്ക് പറ്റിയ ഫുഡില്ല അവിടെ. 2 വെജുണ്ട്. ഒന്ന് ഹോട്ടൽ ഹരേ കൃഷ്ണ, പിന്നെ ബാലാജി. മോഡൽ എൻ്റെ എവിടെയാണോ ബാലാജി കയറാം. സാധാരണ 4ഉം 5ഉം ഒരേ സ്ഥലത്തേക്ക് തന്നെ ഇറങ്ങാൻ മതിയായിരുന്നു. ഇതിപ്പോൾ വേറെ കണ്ട 5. അപ്പോൾ ചുമ്മാ ട്രെയിനെ കൊണ്ട് നിർത്തിയേക്കുന്ന സ്ഥലമാണ്. പ്ലാറ്റ്ഫോം ഇല്ല.